പാറുവിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പാറു രാവിലെ തന്നെ സൈക്കിളൊക്കെ കഴുകി ജോലിക്ക് പോകാനായിട്ട് റെഡിയായിക്കൊണ്ട് നിൽക്കുമായിരിക്കും. ഈ സമയത്തായിരിക്കും ആയിഷയും ജെന്നിഫറും മീരയും കൂടി പാറുവിൻ്റെ അരികിലേക്ക് എത്തുന്നത്. അന്നേരം മീര പറയുക, പാറു, നിനക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു, നീ ഇല്ലാത്തത് കാരണം ഞങ്ങൾ ഒപ്പിട്ട് വാങ്ങിയത്. ഇതാ, എന്താണെന്ന് തുറന്നു നോക്ക്. അങ്ങനെ പാറു അത് വാങ്ങി തുറന്നു നോക്കുവാണ് കേട്ടോ. ഈ സമയം പ്രിയനും അവിടെ വന്ന് മറഞ്ഞു നിൽക്കുന്നുണ്ടാകും. അങ്ങനെ മറഞ്ഞു നിന്ന് ഇതെല്ലാം ആസ്വദിച്ച് കാണുമായിരിക്കും കേട്ടോ പ്രിയൻ. ഈ സമയം പാറുവാണെങ്കിൽ ആ ബോക്സ് തുറന്ന് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കുറേ റോസാപ്പൂവിൻ്റെ ഇതളുകളും അതിൻ്റെ അടിയിൽ തന്നെ നഷ്ടപ്പെട്ടു പോയ ശമ്പള കവറും ഇരിക്കുന്നത് പാറു കാണുക. പാറു സന്തോഷത്തോടെ ആ കവറെടുത്തിട്ട് പറയണേ, ദേ, ഇതെൻ്റെ നഷ്ടപ്പെട്ടു പോയ ശമ്പള കവറാ, അതെനിക്ക് തിരിച്ചു കിട്ടി, അതേ കവറ്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് പൈസ എടുക്കുവാണ് കേട്ടോ. ദേ, ₹1 പോലും കുറവില്ല. അന്നേരം കൂട്ടുകാരികളെല്ലാവരും ഞെട്ടുക. അല്ല, ഇതെങ്ങനെ, ഇതാരാ നിനക്ക് പാഴ്സൽ അയച്ചത്? എനിക്കറിയില്ല, എന്താണെങ്കിലും എനിക്ക് ഒത്തിരി സന്തോഷമായി. കഴിഞ്ഞ 1 മാസം ഞാനിവിടെ കഷ്ടപ്പെട്ട് പണിയെടുത്ത എൻ്റെ അതേ ശമ്പള കാശ് തന്നെ എനിക്ക് തിരികെ കിട്ടിയില്ലേ. അന്നേരം ജെന്നിഫർ പറയണേ, അല്ല, ഈ കവർ മാത്രമേ ഉള്ളൂ, വേറെന്തെങ്കിലും ഉണ്ടോ? ആ, ഒരു ലെറ്ററും കൂടിയുണ്ട് എന്ന് പറഞ്ഞ് പാറു ഒരു ലെറ്റർ എടുക്കുവാണ് കേട്ടോ. ഈ സമയം ആയിഷ പറയുക, ആ, ഇതത് തന്നെ, സംഗതി പ്രേമമാണ്, ലവ് ലെറ്റർ ആയിരിക്കും അത്. എവിടെ, നമുക്കൊന്ന് വായിച്ചു നോക്കാം എന്ന് പറഞ്ഞ് പാറുവിൻ്റെ കയ്യിൽ നിന്ന് ആ ലെറ്റർ വാങ്ങിയിട്ട് അതെടുത്ത് വായിക്കുവാണ് കേട്ടോ ആയിഷ. പ്രിയപ്പെട്ട പാറുവിന്, ഈ കഥ വായിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ആരായിരിക്കും ഇത് എഴുതിയത് എന്നുള്ള ചിന്തയായിരിക്കും നിൻ്റെ മനസ്സിൽ. ഇതത് തന്നെയാ, നല്ല അസ്ഥയ്ക്ക് പിടിച്ച പ്രേമം. ബാക്കി വായിക്കാം. നിന്നെ ആദ്യമായിട്ട് കണ്ട നിമിഷം മുതൽ ഉറക്കം നഷ്ടപ്പെട്ടു പോയ ഒരാളാണ് ഞാൻ. മനസ്സ് മുഴുവൻ നിന്നോടുള്ള ഇഷ്ടം മാത്രമാണ്. നിനക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ എങ്ങനെ ചെയ്യാമെന്നാണ് ഓരോ ദിവസവും ഞാൻ ആലോചിക്കുന്നത്. അത് കേട്ടിട്ട് മീര പറയുക, ആഹാ, അത് ശരി, അപ്പോൾ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ആണല്ലേ. അന്നേരം ജെന്നിഫർ പറയണേ, ആയിഷേ, നീ ആ കത്തിൻ്റെ ഏറ്റവും ലാസ്റ്റ് നോക്ക്, അവിടെ പേരുണ്ടാകുമല്ലോ, ആരാടെന്നപ്പോൾ അറിയാൻ പറ്റുമല്ലോ. ആ, ഞാൻ നോക്കാം എന്ന് സ്നേഹത്തോടെ ഗന്ധർവൻ. ഗന്ധർവനോ? ആ സമയം മീര പറയണേ, ഈ ബോക്സിൽ നിറയെ റോസാ പുഷ്പങ്ങളുടെ ഇതിലിട്ടിട്ടുണ്ട്. എന്നിട്ട് പാറുവിൻ്റെ ശമ്പളക്കാശും ലെറ്ററൊക്കെ വെച്ചിരിക്കുന്നു. വായിക്കുന്നത് കേട്ടാലും നല്ല ദിവ്യമായ പ്രണയം തന്നെയാണ്. ശരിക്കും ഒരു ഗന്ധർവൻ തന്നെയാണെന്ന് തോന്നുന്നത്. ഐഷേ, നീ ബാക്കി വായിക്കേ എന്ന് ജെന്നിഫർ പറയുവാണ് കേട്ടോ. ഈ സമയം പാറു അവരുടെ കയ്യിൽ നിന്ന് ആ കത്ത് തട്ടിപ്പറിച്ച് വാങ്ങുക. മതി വായിച്ചത്. അങ്ങനെ പറഞ്ഞ പാറു അതും കൊണ്ട് അവിടെ നിന്ന് ഓടിപ്പോകുവാണ് കേട്ടോ. പാറുവിൻ്റെ സന്തോഷം കാണുമ്പോൾ അവർക്ക് 3 പേർക്ക് ഒത്തിരി സന്തോഷമാകുവാണ്. അത് കാണുമ്പോൾ പ്രിയനും മനസ്സ് നിറയുവാണ് കേട്ടോ. ഈ സമയം പാറു അങ്ങനെ ഓടി വന്ന് കുറച്ചങ്ങോട്ട് മാറി ആ കത്ത് വീണ്ടും നിന്ന് വായിക്കുവാണ്. പാറു നിൽക്കുന്ന മതിലിൻ്റെ തൊട്ട് പിന്നിൽ തന്നെ പ്രിയനും പാറു അത് ആസ്വദിച്ച് വായിക്കുന്നത് നോക്കി സന്തോഷത്തോടെ നിൽക്കുവാണ് കേട്ടോ. അങ്ങനെ ഒത്തിരി സന്തോഷത്തോടെ ആ ഒരു കത്ത് നെഞ്ചോട് ചേർത്തിട്ട് പാറുവകത്തേക്ക് ഓടിപ്പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് മുക്തേനെ കാണാനായിട്ട് വഴിയൊരുക്കി കാത്തു നിൽക്കുന്ന അരവിന്ദനെയാണ് കേട്ടോ. ഈ സമയം അരവിന്ദനെ അനിരുദ്ധ ഫോണിൽ വിളിക്കുക. അതെ, എന്തായി കാര്യങ്ങൾ? മുക്ത വന്നോ? ഇതുവരെ വന്നിട്ടില്ല. നീ എന്താണെങ്കിലും മുക്തിയോട് ഇന്ന് തന്നെ വിവാഹ കാര്യങ്ങൾ സംസാരിക്കണം. മുക്തിയുടെ തീരുമാനം എന്താണെന്ന് മനസ്സിലാക്കണം. സംസാരിക്കുമ്പോൾ ഒരു മയത്തിലൊക്കെ വേണം പറയാനായിട്ട്. അവൾക്കും സംസാരിക്കാനുള്ള ഗ്യാപ്പൊക്കെ കൊടുക്കണം നീ. എന്നാൽ ശരി എന്ന് പറഞ്ഞ് അവർ കോള് കട്ട് ചെയ്യുവാണ്. ഈ സമയം മുക്തയും അവിടെ എത്തുന്നുണ്ട്. എന്താ എന്നെ കാണണമെന്ന് പറഞ്ഞത്? മുക്ത, നിനക്കറിയാവുന്ന കാര്യം തന്നെയാണ്. മുമ്പ് പലതവണ ഞാനിത് സൂചിപ്പിച്ചിട്ടുമുണ്ട്. നിന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. വിവാഹം ചെയ്യാൻ താല്പര്യമുണ്ട്. നിൻ്റെ അഭിപ്രായം എന്താ? നിനക്ക് എന്നെ ഇഷ്ടമാണോ? അന്നേരം മുക്ത പറയണേ, കൈലാഷ്, സോറി അരവിന്ദ്, എൻ്റെ മനസ്സിൽ വിവാഹം, പ്രണയം അങ്ങനെയുള്ള ചിന്തയൊന്നും ഇപ്പോൾ ഇല്ല. ബിസിനസ്സിൽ എങ്ങനെയെങ്കിലും സക്സസ്ഫുൾ ആകണം, അവരൊറ്റ ചിന്ത മാത്രമേ ഉള്ളൂ. ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പ്രയത്നിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. മുക്ത, നീ എന്താ മനസ്സിലാക്കാത്തത്? നിന്നെ ഞാൻ എത്ര അധികം ഇഷ്ടപ്പെടുന്നുണ്ടോയെന്ന് അറിയോ? നിൻ്റെ പോലൊരു ജീവിതം, അതാണ് ഞാൻ സ്വപ്നം കാണുന്നത്. അരവിന്ദ്, ഞാൻ പറയുന്നത് അരവിന്ദിന് മനസ്സിലാവുന്നില്ലേ? ഇപ്പം ഞാൻ അരവിന്ദിനെ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ ഇരിക്കട്ടെ, എങ്കിലും എൻ്റെ ലൈഫിൽ തീരുമാനം എടുക്കേണ്ടതും എൻ്റെ പാർട്ട്ണർ ആരായിരിക്കണമെന്ന് ഡിസൈഡ് ചെയ്യുന്നതും എൻ്റെ മമ്മിയാണ്. മമ്മിയുടെ വാക്കിനെ എനിക്കൊരിക്കലും ധിക്കരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് അരവിന്ദിൻ്റെ പിന്നാലെ നടക്കരുത്. മുക്ത, എനിക്ക് നിന്നെ മറക്കാനായിട്ട് പറ്റില്ല. അല്ല, നിൻ്റെ മനസ്സിൽ മറ്റാരെങ്കിലും ഉണ്ടോ? മറ്റാരെങ്കിലും നീ പ്രണയിക്കുന്നുണ്ടോ? അന്നേരം മുക്ത പറയണേ, എൻ്റെ മനസ്സിൽ ഇപ്പോൾ ആരുമില്ല. ശരി അരവിന്ദ്, ഇനി ഇതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ട കാര്യമില്ല. ഞാൻ പോകുക. അങ്ങനെ പറഞ്ഞ് മുക്ത അവിടെ നിന്നും പോകുവാണ് കേട്ടോ. ഈ സമയം അരവിന്ദ് പറയണേ, നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല മുക്ത. എന്തൊക്കെ തന്നെ സംഭവിച്ചാലും നിന്നെ ഞാൻ സ്വന്തമാക്കിയിരിക്കും. നിൻ്റെ കഴുത്തി ഞാൻ തന്നെ താലി കെട്ടും.
അങ്ങനെ പറഞ്ഞ് വാശയോട്ട് നിൽക്കുവാണ് അരവിന്ദ്. പിന്നീട് കാണിക്കുന്നത് പാറു സൈക്കിളിൽ ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ്. ഈ സമയം പാറു പറയണേ, അച്ഛനും അമ്മക്കും ഇന്ന് തന്നെ ഈ കാശ് മണി ഓർഡറായിട്ട് അയക്കണം. പക്ഷെ മണി ഓർഡർ അയക്കുന്ന സ്ഥലം എവിടെയാ? ആ, അവിടെ ഒരു ഓട്ടോ ചേട്ടൻ ഇരിക്കുന്നുണ്ട്, ആ ചേട്ടനോട് ചോദിക്കാം. അങ്ങനെ പറഞ്ഞ പാറു സൈക്കിളിൽ നിന്ന് ഇറങ്ങി ആ ഓട്ടോക്കാരൻ്റെ അരികിലേക്ക് ചെല്ലുക. ചേട്ടാ. അങ്ങനെ പത്രം വായിച്ചുകൊണ്ടിരുന്ന അയാൾ പത്രമൊക്കെ മാറ്റി വെച്ച് നോക്കുമ്പോഴായിരിക്കും കേട്ടോ പാറുവിനെ കാണുന്നത്. അന്ന് പാറുവിൻ്റെ പൈസ നഷ്ടപ്പെട്ട ആ ഓട്ടോയിൽ ചേട്ടൻ തന്നെയായിരിക്കും കേട്ടോ അത്. ആ, ഇതാര്, പാർവതിയോ? നഷ്ടപ്പെട്ടു പോയ ശമ്പളക്കാശൊക്കെ തിരികെ കിട്ടിയോ പാർവതി? എൻ്റെ ശമ്പളക്കാശ് നഷ്ടപ്പെട്ട കാര്യം ചേട്ടൻ എങ്ങനെ അറിയാം? അന്നേരം ആ ചേട്ടൻ പറയണേ, ഈ ഓട്ടോയിൽ നഷ്ടപ്പെട്ടു പോയ രീതിയിൽ വല്ല കവറോ മറ്റോ കിട്ടിയോന്ന് ഒരു പയ്യൻ വന്ന് ചോദിച്ചിരുന്നു. അത് പാർവതിയുടെ ശമ്പളക്കാശാണെന്നും പാർവതി ഒത്തിരി കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് സമ്പാദിച്ചു കിട്ടിയ ആദ്യത്തെ തുകയാണ് അതെന്നും അയാൾ പറഞ്ഞത്. എന്നിട്ട് അയാൾ ആ പൈസ കിട്ടുന്നത് വരെ അതന്വേഷിച്ച് കുറേ അലഞ്ഞു. ഈ കുറേ കിലോമീറ്ററുകൾക്ക് അപ്പുറമുള്ള ഒരു ആക്രിക്കടയിൽ ചെന്നു. അവിടെയുള്ള ഗുണ്ടകളായിട്ട് തല്ലുണ്ടാക്കി. അവിടുത്തെ ആൾക്കാരാണെങ്കിൽ ഈ പണം അയാൾക്ക് തിരികെ കൊടുക്കാൻ സമ്മതമിടുന്നില്ല. എന്നിട്ട് അയാൾ എന്താ പറഞ്ഞതെന്നറിയോ? ആ 10,000 രൂപയ്ക്ക് പകരം 30,000 രൂപ തരാമെന്ന് പറഞ്ഞു. എന്നിട്ടും അവർ സമ്മതിച്ചില്ല. പിന്നെ എത്ര വലിയ ത്യാഗം സഹിച്ചിട്ടാ കുട്ടിക്ക് ആ പണം അയാളെ തിരികെ നേടിത്തന്നെയെന്നറിയോ? എന്നിട്ട് ആക്രിക്കടയിൽ നടന്ന ആ സംഭവങ്ങളെക്കുറിച്ചൊക്കെ പറയുവാണ് കേട്ടോ പ്രിയൻ. അവിടെയുള്ള ആക്രി സാധനങ്ങളും മറ്റും ചുമന്ന് ആ വണ്ടിയിൽ വെച്ചതും അങ്ങനെ ഒത്തിരി കഷ്ടപ്പെട്ട് പണം അയാളുടെ കയ്യിൽ നിന്ന് തിരികെ വാങ്ങിച്ച കാര്യമൊക്കെ പാറുവിനോട് പറയുവാണ്. അതൊക്കെ കേട്ട് പാറു അയാൾ തന്നെ എത്ര അധികം സ്നേഹിക്കുന്നതെന്ന് തിരിച്ചറിയുവാണ് കേട്ടോ. ഈ സമയം ആ ഓട്ടോച്ചേട്ടൻ പറയണേ, എത്ര കാമുകന്മാർ എൻ്റെ ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷേ കാമുകിയെ ഇത്രയധികം സ്നേഹിക്കുകയും അവളറിയാതെ അവൾക്ക് വേണ്ടി ഇത്രയും വലിയ കഷ്ടപ്പാടുകൾ സഹിക്കുകയും ചെയ്യുന്നൊരു കാമുകനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. കുട്ടിയുടെ ഭാഗ്യമാണ് അയാൾ. അല്ല ചേട്ടാ, അയാളുടെ പേരോ മറ്റോ ചോദിച്ചോ? പേരൊന്നും ഞാൻ ചോദിച്ചില്ല. പിന്നെ അയാളൊരു കാര്യം പറഞ്ഞു, എന്തെങ്കിലും ഒരിക്കൽ പാർവതിയുടെ മുമ്പിൽ വരുമെന്നും പാർവതിയെ ഒത്തിരി ഇഷ്ടമാണെന്ന് തുറന്ന് പറയുമെന്നും പറഞ്ഞിരുന്നു. അങ്ങനെ പറയുവാണെങ്കിൽ ഒന്നും നോക്കണ്ട, പാർവതി അയാളെ സ്വീകരിക്കണം. അയാളെപ്പോലെ പാർവതിയെ സ്നേഹിക്കാൻ ഈ ലോകത്ത് മറ്റാർക്കും തന്നെ പറ്റില്ല. അതൊക്കെ കേൾക്കുമ്പോൾ പാറുവിന് ഒത്തിരി സന്തോഷമാകുവാണ്. ഈ സമയം പാറു ചോദിക്കണേ, എന്നാലും ചേട്ടാ ഒന്ന് ഓർത്തു നോക്കിക്കേ, അയാളുടെ പേരെന്താണെന്ന്. മോളെ, ഇന്നലെ രാത്രി മുഴുവൻ അദ്ദേഹം എൻ്റെ കൂടെ തന്നെയാണ് ഉണ്ടായത്. ഞങ്ങൾ കുറേ കാര്യങ്ങൾ സംസാരിച്ചു, പക്ഷെ പേര് ചോദിക്കാൻ മാത്രം മറന്നുപോയി. അല്ല ചേട്ടാ, അയാളെ എവിടെ ഇറങ്ങിയെന്നറിയോ? അതൊന്നും അറിയില്ല മോളെ. അയാളെ ബൈക്കിലായിരുന്നു വന്നത്. എന്നിട്ട് ആ കവർ അന്വേഷിച്ച് എൻ്റെ ഒപ്പം കുറേ ദൂരം വന്നു. അങ്ങനെ കവർ കിട്ടിയതിന് ശേഷം അയാൾ ഞാൻ ഓട്ടോ സ്റ്റാൻഡിൽ തന്നെ ഇറക്കി വിട്ടത്. എന്നിട്ട് അവിടെ നിന്ന് അയാൾ ബൈക്കിനാണ് പോയത്. എന്നാലും ചേട്ടൻ അയാളുടെ പേര് ചോദിക്കാതെ പോയത് കഷ്ടമായിപ്പോയി. അല്ല, അയാളെ കാണാൻ എങ്ങനെയാണ് ഉള്ളത്? കാണാൻ നല്ല സ്മാർട്ടാണ്, എല്ലാവരോടും വളരെ അന്തസ്സുള്ള പെരുമാറ്റം. മോളും അയാളും നല്ല ചേർച്ചയായിരിക്കും. അതൊക്കെ കേട്ട് പാറു ഒരു ചെറിയ നാണത്തോടു കൂടി നിൽക്കുവാണ്. എന്നിട്ട് പറയണേ, ചേട്ടാ എനിക്ക് അച്ഛനും അമ്മക്കും ഈ പൈസ മണി ഓർഡർ അയക്കണം. അത് മണി ഓർഡർ അയക്കുന്ന സ്ഥലം എവിടെയാണെന്നൊന്ന് പറഞ്ഞു തരാമോ? മോളെ, അതിവിടെ അടുത്തൊന്നുമില്ല, ഒരു 1.5 കിലോമീറ്റർ അപ്പുറത്താണ് ഉള്ളത്. അന്നേരം പാറു ചിന്തിക്കണേ, അയ്യോ അത്രയും ദൂരെയാണോ? ഇപ്പം അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഗാർമെൻറ്റ്സിലെത്താൻ ലേറ്റാവും. എന്താണെങ്കിലും ഉച്ചക്ക് പോകാം. അങ്ങനെ പറഞ്ഞ് പാറു ആ ചേട്ടനോട് യാത്ര പറഞ്ഞ് അവിടെ നിന്നും പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് ഓഫീസിലെത്തുന്ന പാറുവിനെയാണ് കാണിക്കുന്നത്. ഈ സമയം പാറു സന്തോഷത്തോടെ ജയന്തിയുടെയും സൗസവിൻ്റെയും മോഹൻ്റെയും അടുത്തേക്ക് ഓടിച്ചെന്നിട്ട് തന്നെ നഷ്ടപ്പെട്ടു പോയ ശമ്പളക്കാശ് തിരികെ കിട്ടിയെന്ന് പറഞ്ഞ് അവരെ കാണിക്കുവാണ് കേട്ടോ. അതുകൊണ്ട് അവരവിടെ അന്തം വിട്ട് നിൽക്കുവാണ്. ഈ സമയം ഇതെല്ലാം നോക്കി കുറച്ചങ്ങ് മാറിയിട്ട് പ്രിയനും നിൽക്കുന്നുണ്ടാവും. അന്നേരം മോഹൻ ചോദിക്കുക, അല്ല ഇതിപ്പോൾ എവിടെ നിന്നാണ് കിട്ടിയത്? ഇതേ എനിക്കൊരാൾ കൊണ്ടു തന്നെന്നോ? ആര്? ഗന്ധർവൻ. അത് കേട്ടിട്ട് അവരെല്ലാം അന്തം വിട്ട് നിൽക്കുക. ജയന്തി ചോദിക്കണേ, നീ എന്താടി, എന്ത് ഭ്രാന്തായി പറയുന്നത്? ഇത് നിനക്ക് ഗന്ധർവൻ കൊണ്ടുതന്നതാണെന്നോ? എനിക്ക് മനസ്സിലായി. സഹസവിൻ്റെ മറവി നിനക്കും തുടങ്ങി. ഈ ശമ്പളക്കാശ് എവിടെയോ വെച്ച് നീ മറന്നു. ഇപ്പം അത് എവിടെ നോക്കിട്ടി? എന്നിട്ടൊരു കഥയും കൊണ്ട് വന്നിരിക്കും അവൾ. അയ്യോ ജയന്തി ചേച്ചി, ഞാൻ സത്യമോ പറയുന്നത്? ഈ കവർ മാത്രമല്ല, ഒരു കത്തും കൂടി ഉണ്ടായിരുന്നു അതിൻ്റെ ഒപ്പം. കത്തോ? അതെ എന്നും പറഞ്ഞാൽ നാണത്തോടെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയുണ്ടോ പാറു. ഇത് കണ്ട് ഒത്തിരി സന്തോഷത്തോടെ അവിടെ നിൽക്കുകയാണ് പ്രിയനും. അപ്പോൾ അതൊക്കെയാണ് ലേറ്റസ്റ്റ് എപ്പിസോഡിൽ കാണിക്കുന്നത്. ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്